എങ്ങനെ പോകുന്നു സൈജു സിനിമാ ജീവിതമൊക്കെ? സിനിമകളിപ്പോൾ ഉള്ളത് കാരണം അടിപൊളി എന്ന് പറയാം. തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെയാണല്ലോ, വളരെ യാദൃശ്ചികമായി എത്തപ്പെട്ടു. അപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ലായിരുന്നു. സിനിമകൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലും നമുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊച്ചിലെ നമ്മൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. അപ്പം അന്ന് ഈ ഓഡീഷന് പോകുന്ന സമയത്ത് ചെന്നൈയിലേക്ക് ചെല്ലാൻ പറയുന്നു. അപ്പം അന്ന് മനസ്സിലായോ മെയിൻ ഹീറോ ആയിട്ടാണ് വരുന്നത്? എൻ്റെ ലുക്ക് പോലത്തെ ഒരു ഹീറോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എനിക്കൊരു കൺവെൻഷണൽ മലയാളി ഹീറോയുടെ ലുക്കില്ല. എനിക്ക് തോന്നുന്നു അന്നൊക്കെ 100 ദിവസം ഓടുന്ന പടങ്ങളുണ്ട്. ഇന്ന് അതിനൊരു പോസിബിലിറ്റി ഇല്ല. അതൊരു സത്യത്തിൽ വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഓഫർ ചെയ്തതല്ല, അറക്കിലപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പുതിയ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? ആദ്യം റിലീസ് ആവുന്നത് പൊറാട്ട് നാടകം എന്ന് പറഞ്ഞ സിനിമയാണ്. ഐ ഡിഡ് എ മൂവി കോൾഡ് അഭിലാഷം, ചിത്തു ജോസഫിന്റെ ഒരു സിനിമയാണ്. മെയിൻ ക്യാരക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് കൂടെയുള്ളത് സൈജു കുറുപ്പാണ്. സൈജു, ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു. എങ്ങനെ പോകുന്നു സൈജു സിനിമാ ജീവിതമൊക്കെ? സിനിമ ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. സിനിമകളിപ്പോൾ ഉള്ളത് കാരണം അടിപൊളി എന്ന് പറയാം. എനിക്ക് തോന്നുന്നു മയൂഖം കഴിഞ്ഞിട്ട് 18 വർഷം പിന്നിട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് സൈജു മയൂഖത്തിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ആ ഓർമ്മകൾ? എങ്ങനെയാണ് മയൂഖത്തിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ട്രിവാൻഡ്രത്ത് എയർടെലിൻ്റെ എംപ്ലോയി ആയിരുന്നു. അവിടെ ഒരു പ്രാവശ്യം എനിക്ക് MG ശ്രീകുമാർ സാറിനെ കാണാൻ ഒരു അവസരം ഉണ്ടായി, ഓൺ എ സെയിൽസ് കോൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ ഞാൻ പോയി കണ്ടു. 2-3 പ്രാവശ്യം ഇതിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് കാണേണ്ടി വന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, തൈക്കാടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞ്, സൈജു ഒരു മിനിറ്റ്, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ലായിരുന്നു, നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. പക്ഷേ കൊച്ചിലേക്ക് ഈ സിനിമകൾ കാണുമ്പോഴത്തേക്കും എല്ലാ ഇന്ത്യനെയും പോലെ നമ്മുടെ ഉള്ളിലും നമുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം അല്ലേ. മറ്റേ മിഥുൻ ചക്രവർത്തി വന്നു. ഞാനിപ്പം മഹാരാഷ്ട്രയിലായിരുന്നു, കൂടുതൽ ഹിന്ദി പടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. മിഥുൻ ചക്രവർത്തി ജയിലിൻ്റെ മറ്റേ അഴികൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇത് ചെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്നു, പോയി 10 ഗുണ്ടകളെ ഒന്നിച്ച് ഇടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കും 10 ഗുണ്ടകളെ ഒന്നിച്ച് ഇടിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ നമുക്ക് വരും. അപ്പോൾ അന്നൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് വെറുതെ നമ്മൾ ഡിഷും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അനുകരിക്കലാണ് എന്താണ് ആ പടത്തിലെ ഹീറോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കൊച്ചിലെ നമ്മൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. സിനിമകൾ കാണുമെന്നല്ലാണ്ട് സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നുള്ള ഒരു ഇതുമില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തോ ആ സമയത്ത് സരസ്വതി നാവിൽ വന്ന പോലെ ഞാൻ പറഞ്ഞു, അഭിനയിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡയറക്ടർ ഹരിഹരൻ ഒരു പുതിയ സിനിമ ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളെ പോലത്തെ ഒരാളെയാണ് ആവശ്യം. അപ്പം ഞാനിത് ലീഡ് റോളാണ്, ഹീറോ ആണെന്നൊന്നും നമുക്കറിയില്ല. ഞാനവിടുത്തെ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ സിനിമ കുറേ പേര് കാണുമല്ലോ എന്തായാലും, അപ്പം ഒരുപാട് പേർക്ക് എൻ്റെ ഫേസ് മനസ്സിലാവും. അപ്പം ഞാൻ പിന്നെ സെയിൽസിന് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഈസി ആയിരിക്കും എനിക്ക്. അപ്പോൾ ഞാനപ്പോൾ സെയിൽസ് ആണല്ലോ എൻ്റെ കരിയർ. അപ്പോൾ അതും കൂടെ ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ ആലോചിക്കുകയാണ്. നമ്മുടെ തലയാണല്ലോ ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ പോലെ പെട്ടെന്ന് ഇങ്ങനെയുള്ള എല്ലാ തോട്ട്സുമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ അപ്പോൾ തന്നെ ഹരിഹരൻ സാറിനെ വിളിക്കുന്നു. ഹരിഹരൻ സാറ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രീകുമാർ സാറിൻ്റെ പറയുന്നു. അപ്പോൾ ശ്രീകുമാർ സാർ എന്നോട് അപ്പോൾ അഡ്രസ്സൊക്കെ നോട്ട് ചെയ്തെടുത്ത്, ഇതാണ് അഡ്രസ്സ്, ഇതിലേക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ സമയമില്ല. അതായത് സാറ്റർഡേ സൺഡേ ഓഫാണെങ്കിലും സാറ്റർഡേ രാത്രി വരെ വർക്ക് ചെയ്യും, പിന്നെ ഒരു സൺഡേ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് ഫോട്ടോ ഞാൻ അടുത്ത് അയക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഫോട്ടോ എടുത്ത് അയക്കാനൊന്നും നിൽക്കണ്ട, നേരെ ചെന്നൈക്ക് വിട്ടോ, ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് വീക്ക് ഞാൻ ചെന്നൈ പോകുന്നു, ഹരിഹരൻ സാറിനെ പോയി കാണുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടിയാലൊരു വലിയ സംഭവം കിട്ടും. നഷ്ടപ്പെടാനൊന്നുമില്ല, ബിക്കോസ് ഞാൻ ഇതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഓൾറെഡി ഒരു ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട് എനിക്ക്. സോ പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും വന്നില്ല. ഐ വാസ് എ ബാച്ചിലർ. അമ്മ അച്ഛനെയും നോക്കേണ്ട ബാധ്യതകളൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയത്. അപ്പോൾ എൻ്റെ കാര്യത്തിന് തന്നെ എൻ്റെ സാലറി എനിക്ക് ഭയങ്കര കൂടുതലാണ്.
ഞാൻ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എനിക്ക് ചിലവുകൾ വളരെ കുറവാണ്. പിന്നെ ഈ ബൈക്കിൽ പെട്രോൾ ഒഴിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ എൻ്റെ അധിക ചിലവുള്ളൂ. അതും ഒരു പരിധിവരെയും കമ്പനി റീഎംബേഴ്സ് ചെയ്യും. അപ്പം നല്ല ശമ്പളമുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ ഓഡിഷൻ സമയത്ത് എന്നോട് ഡയലോഗ്സ് പറയുമ്പോൾ ചെറിയ ചെറിയ ഡയലോഗ്സ് ആണ്. അപ്പം ഞാൻ ഓരോ മൂഡ് മാറ്റി മാറ്റി അത് പറയാൻ പറഞ്ഞു. ദേഷ്യത്തോടെ പറ, സങ്കടത്തോടെ പറ, ചിരിച്ചുകൊണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റും ഉണ്ടായിട്ടില്ലല്ലോ? ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സിനിമകളിലൊക്കെ ഈ ഓഡിഷൻസ് പറഞ്ഞ. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അല്ല, ആ സമയത്ത് അപ്പൊ അത്രയും ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്നത്തെ അത്ര എളുപ്പമല്ലല്ലോ. എളുപ്പമല്ല. പക്ഷെ ഞാൻ എവിടേക്കും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമ ഷൂട്ടിംഗ് പോലും ഞാനിപ്പം അഴകിയ രാവണൻ പോലത്തെ സിനിമകളിൽ അല്ലെങ്കിൽ ഹിന്ദി സിനിമകളിൽ ചില സിനിമകളിലൊക്കെ നമ്മൾ സിനിമയുടെ ഉള്ളിലെ സിനിമ പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഷൂട്ടിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ആക്ഷൻ പറയും, കട്ട് പറയും, സ്റ്റാർട്ട് ക്യാമറ പറയും, ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. ബാക്കി ഓഡിഷൻ്റെ ഞാൻ ഏതൊരു ആ സമയത്ത് ദൂരദർശനിൽ ഏതൊരു ഹിന്ദി സീരീസ് ആയിരുന്നു തോന്നുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ഓഡിഷൻ്റെ ആ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഓഡിഷൻ്റെ ഒരു ക്ലിപ്പിങ്സ് കാണിക്കുമായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്ലക്കാർഡൊക്കെ പിടിച്ചാണ് വെച്ചാൽ ഒരുപാട് ഓഡിഷൻസ് നടക്കുന്ന കാരണം ഇത് ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മറ്റേ ജയിൽ പുള്ളികൾ ഇങ്ങനെ സ്ലേറ്റിൽ പേരും പിടിച്ചിരിക്കില്ല, അതുപോലെ അവരിങ്ങനെ ചാർട്ട് പേപ്പർ പിടിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ എൻ്റെ ഓർമ്മ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഓഡിഷൻ ചെയ്ത് മൂന്നാമത്തെ ഓഡിഷനിലാണ് എന്നെ പിന്നെ സെലക്ട് ചെയ്തത്. അങ്ങനെ പിന്നെ സെലക്ട് ചെയ്തു. അപ്പം സെലക്ട് ചെയ്തതിന് ശേഷം ഹരൺ സാർ പറഞ്ഞു. അപ്പം അന്ന് ഈ ഓഡീഷന് പോകുന്ന സമയത്ത് ചെന്നൈയിലേക്ക് ചെല്ലാൻ പറയുന്നു. അപ്പം അന്ന് മനസ്സിലായോ മെയിൻ ഹീറോ ആയിട്ടാണ് വരുന്നത്? അത് സുമാർ സാർ പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ പറഞ്ഞു ഇങ്ങനെ പുതുമുഖ നായകനെയാണ് നോക്കുന്നതെന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പോകണമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എൻ്റെ ലുക്ക് പോലത്തെ ഒരു ഹീറോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കൺവെൻഷണൽ മലയാളി ഹീറോയുടെ ലുക്കില്ല. അപ്പം അന്ന് ഞാൻ ഈ രൂപത്തിലാണ്. ഇതിനേക്കാളും എനിക്ക് സ്റ്റബ്സ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് ക്ലീൻ ഷേവ് പോലെയാണ്. അപ്പം അന്ന് ഇവിടുത്തെ എല്ലാ ഹീറോസും മീശ വയ്ക്കുന്ന സമയവും ഞാൻ അവിടെ ചിലപ്പോൾ ഓഡിഷന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സുന്ദരന്മാരാണ്, നല്ല കട്ടി മീശയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കട്ടി മീശ വളരുമെങ്കിലും ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് മീശ വയ്ക്കുന്നത് ഇഷ്ടമല്ല. ഈ മീശയുടെ ഒരു വലിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളെന്തെങ്കിലും ചായ കുടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം പപ്സൊക്കെ കഴിക്കുമ്പോഴേ ഏറ്റവും പ്രശ്നം ബാലൻസ് ഒക്കെ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മളറിയില്ല. കുറേ പേര് നമുക്കെന്ത് തോന്നുന്നവർക്ക് പറഞ്ഞു തരുകയില്ല ഇവിടെ. അപ്പോൾ ആ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം ഒരു ഭാരമാണ് ഈ മീശ. അപ്പം മീശ അങ്ങനെ വയ്ക്കാറില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാനോട് എന്നെ സെലക്ടും ചെയ്യില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് MG ശ്രീകുമാർ സാർ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് കാണുമല്ലോ. പക്ഷേ പിന്നെയാണ് മനസ്സിലാക്കിയത് ഹരൺ സാർ ആര് പറഞ്ഞാലും ഹരൺ സാറിന് കൺവിൻസ് ആവുന്ന ആളെ എടുക്കുകയുള്ളൂ. അദ്ദേഹം അത്രയും സ്ട്രിക്റ്റ് ആണ്. മറ്റേ ഇദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ വേറൊരു റിക്വസ്റ്റ് വന്നു, റെക്കമെൻഡേഷൻ വന്നു, അതിലൊന്നും അദ്ദേഹം ചെയ്യില്ല. പക്ഷേ എൻ്റെ ലുക്ക് എന്തോ കറക്റ്റായിരുന്നു. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ പോലും എൻ്റെ ലുക്ക് വൈസ് ഞാൻ ഉണ്ണിക്കേശവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കറക്റ്റായിരുന്നു. ഹരൺ സാറിന് വേണ്ടിയിരുന്ന ഫിസിക്കൽ അപ്പിയറൻസ് എന്തായിരുന്നു വെച്ചാൽ 6 അടി ഉയരം. അതിൻ്റെ അകത്തൊരു അറേഞ്ച് എനിക്ക് കുറവുണ്ട്, മാനേജബിളാണ്. പിന്നെ നീണ്ട മൂക്ക് അപ്പോൾ അത്യാവശ്യം ഉണ്ട്, വലിയ കണ്ണ്. ആ ഒരു ഇതായിരുന്നു. പിന്നെ അഭിനയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ഹരൺ സാറ് ചെയ്തോളൂല്ലോ. അപ്പോൾ അങ്ങനെയാണ് സിനിമയിൽ വന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെയാണല്ലോ വളരെ യാദൃശ്ചികമായി എത്തപ്പെട്ടു എന്നുള്ളത്. ചിലർ കുറേ ആഗ്രഹിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ അങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടായിരിക്കും. അപ്പോൾ സൈജുവിന് ഈ എൻട്രി ഭയങ്കര ഈസി ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ഓക്കെ നായകനായിട്ടാണ്, ഹീറോ ആയിട്ടാണ് എന്നുള്ളൊരു സാധനം വരുമ്പോൾ അതിൻ്റെ ഒരു ഭാരം അറിയാമായിരുന്നു, ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി. അതെ, അതിനെക്കുറിച്ച് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഞാൻ അഭിനയിക്കുന്ന നമ്മുടെ ഹിറ്റായിരിക്കും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഹിറ്റാന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുമല്ലോ, ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ ശത്രുതയൊന്നും ഇല്ലല്ലോ. അപ്പം ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഹരൺ സാറിനെ എനിക്ക് അറിയില്ല. ആ ഒരു ഈസി അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ഓക്കെ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടും, ആൾക്കാർ നമ്മളെ ഏറ്റെടുത്തോളും എന്ന് പറയുന്ന ഒരു സാധനം ഇതിന്റെ ബാക്ക് സ്റ്റോറി അത്ര അറിയാത്തത് കൊണ്ടുണ്ടായ ഒരു ഗുണമാണല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് കുറേ എനിക്ക് ഹരൺ സാറിനെ ഒന്നും എനിക്ക് അത്രയും പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു. പിന്നെ ആൾക്കാരെ അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് മിക്കവാറും നടന്മാരുടെയും നടിമാരുടെയൊക്കെ പേരുകൾ അറിയാം, ചില സംവിധായകരുടെ പേരുകൾ അറിയാം. അങ്ങനെയൊക്കെ അല്ലാണ്ട് എനിക്ക് ഒരുപാട് ഇതിൻ്റെ പരിപാടികൾ അറിയില്ല. പിന്നെ ഹരൺ സാർ ഇത്രയും വലിയൊരു സംവിധായകനാണ്
ഇന്റർനാഷണൽ ലെവലിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകനാണെന്നുള്ളത് നമുക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ സർഗം എന്ന് പറഞ്ഞ പടം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഹരിഹരൻ സാറിൻ്റെ വേറെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടെന്ന് നമുക്കറിയാം, മമ്മൂട്ടി സാറിൻ്റെ പടമായത് കാരണം. പക്ഷേ അത് ഹരിഹരൻ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് ഐഡിയ ഇല്ല. അത് ഞാൻ കേരളത്തിലൊന്ന് ജീവിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. പക്ഷേ അന്നത്തെ ഹിന്ദി സിനിമയെ പറ്റി എന്ത് ചോദിച്ചാലും ഞാൻ എൻസൈക്ലോപീഡിയ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മക്കളുടെ പേര് വരെ അറിയാം ആക്ടേഴ്സിന്റെ, അത്രയും തറോ ആയിരുന്നു. അതുകൂടാണ്ട് സ്റ്റൺ മാസ്റ്റർ ആര്, അത് ഇത് എല്ലാം അറിയാം. പക്ഷെ ടെക്നിക്കലി ഒന്നും അറിയില്ല. ഓഡിയൻസിന് അങ്ങനെ ടെക്നിക്കലി അന്നത്തെ കാലത്ത് ഇത്ര എക്സ്പോഷർ ഇല്ലല്ലോ. ഇന്നിപ്പോൾ ഓഡിയൻസിന് കുറെ കൂടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അന്ന് പിന്നെ നമുക്ക് ഗൂഗിൾ ചെയ്യാനുള്ളൊരു ഇതൊന്നുമില്ല ഹരിഹരൻ സാറിനെ പറ്റി. മനസ്സിലായില്ല, ഞാൻ 2004 കാര്യം പറയാം. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. ഹരിഹരൻ സാർ അപ്പോൾ എന്നോട് തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, അവിടെ വരുമ്പോൾ വലിയ ക്രെയിനും കാര്യങ്ങളൊക്കെ കാണും, അപ്പോൾ അതൊന്നും കണ്ട് പേടിക്കല്ലേ. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഐഡിയ ഇല്ല. പിന്നെ ക്രൗഡ് കാണും ഷൂട്ടിംഗ് കാണാൻ വേണ്ടി. ഒന്നാമത് കണ്ണൂര് അന്നധികം ഷൂട്ട് നടന്നിട്ടില്ല. അപ്പം ഷൂട്ട് നടക്കുമ്പോൾ നാച്ചുറലി ക്രൗഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്രൗഡിനൊന്നും കാണുമ്പോൾ പേടിക്കല്. അപ്പോൾ എനിക്ക് സ്വതവേ എനിക്ക് പേടിയാണ് ക്രൗഡിന്റെ മുമ്പിൽ പെർഫോം ചെയ്യാനൊക്കെ. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ളൊരു ആളാണ്. അങ്ങനെ ഒരാൾക്ക് കിട്ടാവുന്ന നല്ല സ്കൂളിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. പക്ഷെ എന്തോ ദൈവ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഇപ്പോഴും ഇഫ് യു ആസ്ക് മീ ടു പെർഫോം സംതിങ് റൈറ്റ് നൗ ഐ വോണ്ട് ബി ഏബിൾ ടു ഡു. ബിക്കോസ് ചിലപ്പോൾ ഞാനത് പ്രിപ്പയർഡ് ആകാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തിനാണ് ചെയ്യേണ്ടതെന്നുള്ള തോട്ട് പ്രോസസ് ആയിരിക്കാം. പക്ഷേ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ആൾക്കാരെ പറ്റി ബോധേഡേ അല്ല. ഒരു ഇൻഹിബിഷനും ഇല്ല. പക്ഷെ ഈ കട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാറിയിരിക്കുമല്ലോ. അപ്പൊ നോക്കുമ്പോ ഇത്രയും പേര് നിൽപ്പുണ്ടായിരുന്നു, അവിടെയാണോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പിന്നെ അടുത്ത ഇതിലേക്ക് പോകുമല്ലോ, ഷോട്ടിലേക്ക്. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ശ്രദ്ധ നമ്മുടെ പോകും, പിന്നെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ട്. എനിക്കൊന്ന് എല്ലാ ആക്ടേഴ്സിനും അതുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ഇത് തുടർന്ന് തന്നെ ചോദിച്ചോട്ടെ. ഇപ്പോൾ സൈജു ഞാൻ പറയുന്നത് പോലെ ആദ്യം വരുന്ന സിനിമയിൽ തന്നെ നായകനായിട്ടാണ് വരുന്നത്. അപ്പോൾ അന്ന് തോന്നിയിരുന്നു, ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തോന്നിയിരുന്നു ഞാനൊരു ഹീറോ മെറ്റീരിയലാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ അന്നത്തെ കാലത്തെ സിനിമ വേറൊരു ഫോർമാറ്റിലുള്ള സിനിമകളാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നായകൻ പ്രതിനായകൻ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പം സൈജുവിന് ഈ പോകുന്ന പോക്കിൽ ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ മയൂഖം എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഷൂട്ട് പോകുന്ന സമയത്ത് സൈജുവിന് തോന്നിയിരുന്നു ഓക്കെ ഞാനൊരു ഹീറോ മെറ്റീരിയൽ ആണ് എന്ന് പറയുന്ന ഒരു സാധനം സൈജിന്റെ ഉള്ളിൽ വന്നിരുന്നോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഹീറോ മെറ്റീരിയൽ ആണെന്നുള്ളത് തോന്നിയിട്ടില്ല. എനിക്ക് ചിലപ്പം ആക്ടർ ആകാൻ പറ്റുമെന്ന് തോന്നി. അതായത് അഭിനയത്തിലൂടെ അല്ല, എന്റെ ലുക്ക് വൈസ്. പക്ഷെ അത് മലയാളത്തിൽ ചിലപ്പോൾ എനിക്ക് നടക്കൂല. എനിക്ക് മലയാളി ലുക്ക് ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്താണ് നോർത്ത് ഇന്ത്യനെ പോലെ ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ചിലപ്പം ഇത് കഴിഞ്ഞിട്ട് അത് കൂടുതൽ കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണോ? ഇൻഫ്ലുവൻസ് ആയിരിക്കാം. അവിടെ അധികവും ഇപ്പം മലയാളികൾ ആയിട്ടുള്ള അങ്കിളുമാർ, അതായത് അച്ഛൻ്റെ ഒക്കെ പ്രായമുള്ള അവരൊക്കെയാണ് മീശ വെച്ച് ഞാൻ കണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ വളരെ റയറായിട്ട് അവിടുത്തെ ഇപ്പം ഹീറോസ് നമ്മൾ എടുത്താൽ, ഇപ്പം ബോളിവുഡിലെ ഹീറോസ് എടുത്താൽ അനിൽ കപൂർ, ജാക്കി ഷ്രോഫ് മുതലായ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ മീശ വച്ച് അഭിനയിക്കുന്നത്. ഇൻഫാക്ട് മിഥുൻ ചക്രവർത്തിയുടെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചില സിനിമകളുണ്ട് അദ്ദേഹം മീശ വെച്ച് അഭിനയിച്ചിരിക്കുന്നത്, അത് കാണാൻ വലിയ താല്പര്യമില്ല. വെച്ചാൽ നമുക്ക് മിഥുനെ നമ്മൾ ഡിസ്കോ ഡാൻസറിൽ കണ്ട മിഥുനായിട്ട് കാണാനാണ് ഇഷ്ടം. ഞാൻ ഗോവിന്ദയുടെ ഭയങ്കര ഫാനായിരുന്നു. ഗോവിന്ദ ചില സിനിമകളിലൊക്കെ മീശ വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യമില്ല. മീശൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് വെച്ചാൽ നമ്മൾ യൂസ് ടു അതാണ്. പക്ഷെ മലയാളത്തിൽ നമുക്ക് ഡെഫിനറ്റ്ലി മീശ വേണമെന്നുള്ളതാണ്. മലയാള സിനിമകളും കാണുമായിരുന്നല്ലോ. അപ്പൊ ഇവിടെയുള്ള മിക്കവാറും ഇപ്പം റഹ്മാൻ ചേട്ടനെ മാറ്റി നിർത്തിയാൽ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ 80s 90s ആ സമയത്തൊക്കെ മിക്കവാറും ഹീറോസിന് മീശയുണ്ട്. നമ്മളൊരു പൗരുഷത്തിന്റെ ഒരു ഇതായിട്ട് തന്നെ പറയുന്നത് മീശയാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം ആദ്യത്തെ സിനിമയാണ്. പിന്നെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു ഹീറോ ആയി വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഓർമ്മകൾ വരുമ്പോഴേ കുറേ റീടേക്ക് ഒക്കെ പോയോ, അതല്ല എല്ലാം പെട്ടെന്ന് തന്നെ ഓക്കെ ആവുന്ന അങ്ങനെയൊക്കെ ആയിരുന്നോ? ആ സമയത്ത് അധികം റീടേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഒരു 10 പോയിട്ടില്ല. പിന്നെയും 25 പോയിരിക്കുന്നത് ഈ അടുത്ത സമയത്താണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു ഇപ്പൊ പിന്നെ അഫ്കോഴ്സ് ടൈം വേസ്റ്റ് ആണ് ഈ കൂടുതൽ ടേക്സ് പോകുമ്പോഴത്തേക്കും.
ഇപ്പം നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും കൂടെ ഉള്ളത് കാരണം നമ്മളത് കുറച്ചുകൂടെ അല്ല, ഇമ്പ്രൂവ് ഞാൻ ചെയ്യാൻ അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യത്തെ ഷോട്ടൊക്കെ ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ ഷോട്ട് ഓർക്കുന്നുണ്ട്. അത് പക്ഷേ സിനിമയിലില്ല. ആ, എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് ഞാൻ പുറത്ത് അമ്മയച്ഛനും വേറെ ആരോ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നെപ്പറ്റി അവരോട് സംസാരിക്കുന്ന ഒരു സാധനം ഞാൻ അകത്ത് നിന്ന് കേൾക്കുന്നതാണ്, ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അത് ഏകദേശം എനിക്ക് ഒന്ന് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയിരുന്നു. കാരണം ഡയലോഗൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹരിൻ സാർ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇങ്ങനെ ശ്രദ്ധിച്ചു, ടേക്ക് ഓക്കെ. പിന്നെ അടുത്ത ഷോട്ട് ഇട്ടുള്ളതാണ് ഈ പർട്ടിക്കുലർ സീനെ ആ സിനിമയിലില്ല, എഡിറ്റിങ്ങിൽ പോയി. അതുപോലെ ഇപ്പം 2005 തൊട്ട് 2015 വരെ അല്ലെ, 10 വർഷം. അപ്പം അപ്പോഴാണ് ആട് സംഭവിക്കുന്നത്. അതുവരെയും ശരിക്കും നമ്മളൊരു ഫിൽമോഗ്രഫി എടുക്കുമ്പോൾ സൈജു സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട്, സിനിമകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ സൈജു ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഗ്രിപ്പ് അങ്ങോട്ട് ആയിട്ടുമില്ല. അപ്പം അതെങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തെ? എങ്ങനെയാണ് സൈജുവിന്റെ മനസ്സിലപ്പം എന്താണ് കാര്യം? സിനിമ പ്രതീക്ഷിക്കാതെ എത്തപ്പെട്ടതാണ്, ജോലി അപ്പത്തേക്കും വിട്ടുണ്ടാവണം, ഇതിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ആ കാലഘട്ടത്തിൽ എനിക്ക് റെഗുലറായിട്ട് സിനിമകളില്ലായിരുന്നു. ആക്ച്വലി നമ്മളിപ്പം എൻ്റെ ഫിൽമോഗ്രാഫി എടുത്താൽ അറിയാം, 2005 മയൂഖമാണ് ഫസ്റ്റ് റിലീസ്. മയൂഖത്തിന് ശേഷം ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജ് വരെ, ദാറ്റ് ഈസ് 8 years. ഈ 8 വർഷത്തിൽ ഞാൻ ആക്ച്വലി 28 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ നോട്ടബിൾ അല്ല, എല്ലാം നോട്ടബിൾ അല്ല. മയൂഖം ഹരിയൻ സാറിന്റെ പേരുള്ളത് കാരണം അത് നോട്ടബിൾ ആയി. അത് തിയേറ്ററിൽ അങ്ങനെ ഒരു റൺ കിട്ടിയില്ലെങ്കിൽ പോലും. പിന്നെ ഹലോ, ചോക്ലേറ്റ്, പിന്നെ ഞാനൊരു വലിയ പടത്തിൽ അഭിനയിച്ചത് മുല്ല, ഇങ്ങനെയുള്ള സിനിമകളാണ് എനിക്കൊരു, പിന്നെ പരിന്ത്, ഇങ്ങനെയുള്ള സിനിമകളാണ് എനിക്കൊരു മെയിൻ സ്ട്രീം സിനിമകൾ കിട്ടിയത്. പക്ഷെ അതിൻ്റെ അകത്ത് ഹലോയും ചോക്ലേറ്റും സൂപ്പർ ഹിറ്റായി. ബാക്കിയുള്ള പടങ്ങളൊന്നും അങ്ങനെ സക്സസ്ഫുൾ ആയില്ല. ദെൻ കംസ് ട്രിവാൻഡ്രം ലോഡ്ജ്. അപ്പോൾ ഈ ഒരു 8 വർഷത്തിനിടയിൽ ഞാൻ ജോലിയും വിട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ ദൈവത്തിനെ മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോകുമായിരുന്നു. ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. അതായത് ഇതാണ് ഇടം എന്നൊരു തോന്നൽ വരുമല്ലോ ഈ പോകുന്ന പോക്കിൽ. ഇപ്പൊ നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഇനി ഇവിടെ നിൽക്കാം, ഇതാണ് സ്ഥലം, എന്നുള്ള നിലയിൽ ഇതാണ് ഇടമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് ഇടമെന്നുള്ളത് നമ്മൾ ഈ ലക്കിനെയൊക്കെ നമ്മൾ വിശ്വസിക്കില്ല. അതായത് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ സെയിൽസിൽ പ്രഷർ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്കൊന്നും നടക്കുന്നില്ല. ഒരു സാധനം നമുക്ക് നടന്നാൽ നല്ലതാണ്, അപ്പം എന്നെങ്കിലും നടക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇരിപ്പുണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ഇരിപ്പ്. പക്ഷെ പെർഫോമൻസ് വൈസ് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഭയങ്കര അടിപൊളി ആക്ടിങ് ആണെന്നാണ്. ഞാൻ ഇപ്പം ഈ ഡയലോഗ് ഡെലിവറി അടിപൊളി വെറൈറ്റി ആയിട്ടൊക്കെ ഞാനത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ പിന്നെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിന്നെ TV വരുമ്പോൾ കാണുമ്പോഴത്തേക്കും അത് എനിക്ക് തന്നെ ഭയങ്കര എൻ്റെ പെർഫോമൻസ് മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഇനി അടുത്ത പടത്തിൽ അത് ശരിയാക്കണം. അടുത്ത പടം വരും, ഞാൻ വീണ്ടും ഇതേപോലെ നല്ലപോലെ ഞാൻ അഭിനയിക്കുന്നു, ഞാൻ പൊളിക്കുവാണ്. ആ കോൺഫിഡൻസ് ആണ്. പക്ഷെ അത് വർക്കാവുന്നില്ല. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊരു സമയമുണ്ട് ഇതൊക്കെ വർക്കാവാൻ. പിന്നെ എനിക്ക് ഈ 28 പടങ്ങൾ ബാക്കപ്പ് ഉണ്ടായിരുന്നുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റി. സോ ദാറ്റ് ബിക്കം എ ബ്രേക്ക് ഫോർ മീ. ഈ നമുക്കൊരു പിന്നെ ബ്രേക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി നമുക്ക് ഒരു കോൺഫിഡൻസും കൂടുമല്ലോ. ഈ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മളെ ആൾക്കാർ വകവയ്ക്കുമ്പോൾ അല്ലേ, എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും. അപ്പോൾ ഒരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഇപ്പം നമ്മൾ ഇപ്പം സാധാരണ ആൾക്കാരായാലും ഫിലിം ഇൻഡസ്ട്രിയിലായാലും ഒരു ചേഞ്ച് നമുക്ക് കാണാം ആൾക്കാരുടെ നിന്ന്. പഴയ പോലെ അല്ല, അക്സെപ്റ്റൻസ് കൂടുന്നു എന്നുള്ളത്. അപ്പം പക്ഷേ വളരെ കുറച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ അല്ല, ഫിലിം ഇൻഡസ്ട്രിയിലായാലും അല്ലെങ്കിൽ സാധാരണക്കാരായാലും. അവരൊക്കെ അന്നും ഇന്നും ഒരേ ഇതാണ് എന്നോട്, ഒരേ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. അപ്പം ഈ നമ്മുടെ കൗണ്ട് ഓഫ് പീപ്പിൾ കൂടുന്നതനുസരിച്ച് അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ, അപ്പം നമ്മുടെ കോൺഫിഡൻസും കൂടുവാണ്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും എന്നോട് എൻ്റെ പല സിനിമകളുടെയും ക്യാരക്ടേഴ്സ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇവരിതൊക്കെ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് മേക്സ് us ഹാപ്പി. അപ്പം നാച്ചുറലി നമ്മുടെ കോൺഫിഡൻസും കൂടും. സോ നൗ ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഞാൻ ഇനി ചെയ്യുന്ന പടങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് ചെയ്യണം. ഐ മീൻ സെലക്ഷൻ ഉൾപ്പെടെ ഞാനത് പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഞാനത് വളരെ കറക്റ്റായിട്ടത് നോക്കിയും കണ്ട് ചെയ്യണം.
അപ്പം അതായത് ഞാൻ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുന്നതും ഈ പറയുന്നത് പോലെ സൈജു എനിക്ക് തോന്നുന്നു ആടിന് മുൻപ് ആടിന് ശേഷം എന്ന് പറയുന്ന അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ സൈജു അതിനെ കാണാറുണ്ടോ? ഈ അറയ്ക്കൽ അബു എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിനെ അങ്ങനെ രണ്ടും രണ്ടാക്കി കാണുന്നുണ്ടോ സൈജു? ഓക്കെ, ഇനിയും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക്. അത് ഇപ്പം മയൂഖം തൊട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് തൊട്ട് മുമ്പ് വരെ ഒരു കാലഘട്ടം, പിന്നെ ബിഫോർ ട്രിവാൻഡ്രം ലോഡ്ജ് ആൻഡ് ആഫ്റ്റർ ട്രിവാൻഡ്രം ലോഡ്ജ്. ട്രിവാൻഡ്രം ലോഡ്ജും ഈ പറയുന്ന മാതിരി. സോ ദാറ്റ് ഈസ് എ ബ്രേക്ക് ഫോർ മീ ആസ് ആൻ ആക്ടർ. അപ്പം അതൊരു സമയം. പിന്നെ ബിഫോർ ആട് ആൻഡ് ആഫ്റ്റർ ആട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആട് ഒരു വലിയ മൈൽ സ്റ്റോൺ ആണെങ്കിൽ തന്നെ ഈ മൈൽ സ്റ്റോണിലേക്ക് എനിക്ക് കയറാൻ വേണ്ടിയിട്ട് സഹായിച്ച എൻ്റെ ആദ്യത്തെ പടം തൊട്ടുള്ള സിനിമകളുണ്ട്. ഓക്കെ നമുക്ക് എൻ്റെ ആദ്യത്തെ പടം കഴിഞ്ഞിട്ടുള്ള പടങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വന്നാൽ ദെൻ കംസ് ട്രിവാൻഡ്രം ലോഡ്ജ് വിച്ച് ബിക്കേം എ മേജർ ബ്രേക്ക് ഫോർ മീ. അതിനുശേഷം ഐ ഡിഡ് റെഡ് വൈൻ, ഐ ഡിഡ് ഹോട്ടൽ കാലിഫോർണിയ ഇൻ വിച്ച് ഐ പ്ലേ ഡബിൾ റോൾ. ദെൻ ഐ ഡിഡ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അതിൻ്റെ അതൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. പിന്നെ 1983 സംഭവിച്ചു, വെടിവഴിപാട് സംഭവിച്ചു. അപ്പോൾ ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആണ്. അവിടെ നിന്നാണ് എനിക്കൊരു ആട് വണ്ണിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത്. അപ്പം ഞാൻ പറയണത് ഇത് ഒരു ആട് വൺ പെട്ടെന്നുണ്ടായതല്ല എൻ്റെ ജീവിതത്തിൽ. അതൊരു ഗ്രാജുവലി പ്രോസസ്സിലൂടെ ഉണ്ടായതാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ആടിന് ശേഷമാണ് ഈ പറയുന്ന മാതിരി കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവണം, കുറച്ചും കൂടി ചൂസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പോലെ റെസ്പോൺസിബിൾ ആയത് അപ്പോഴല്ല. എനിക്ക് തോന്നുന്നൊരു പോസ്റ്റ് 2018-19 ഒക്കെ ആയിരിക്കും. ആ സമയത്താണ്, കോവിഡിന്റെ ഒക്കെ തൊട്ട് മുമ്പ്. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ബിക്കോസ് വാട്ട് ഹാപ്പൻഡ് ഈസ് ഈ എനിക്കത് കോവിഡ് കാലഘട്ടത്തിലായിരിക്കണം. ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ വരാൻ തുടങ്ങി. അതായത് നമ്പർ ഓഫ് റിലീസസും കൂടി, നമ്പർ ഓഫ് സിനിമകൾ നിർമ്മിക്കൽ കൂടിയതുകൊണ്ടാണല്ലോ നമ്പർ ഓഫ് റിലീസസ് കൂടിയത്. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് മിക്കവാറും ആക്ടേഴ്സിനും ടെക്നീഷ്യൻസ്മാർക്കും ഒക്കെ ഇപ്പോൾ ജോലിയുണ്ട്, ബിക്കോസ് നമ്പർ ഓഫ് ഫിലിംസ് കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇത് ചിലപ്പം ഒരു മെക്കാനിക്കൽ ഒരു രീതിയിലേക്ക് പോകാം. നമ്മളൊരു സിനിമയിൽ നിന്നും അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുന്നു, എന്നിട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ മര്യാദയ്ക്കൊക്കെ അഭിനയിക്കും, പക്ഷേ എവിടെയോ എന്തെങ്കിലും ഒരു സാധനം കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഞാൻ ബോധപൂർവം പക്ഷെ അപ്പോഴും ഈ ബോധപൂർവം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും തെറ്റുകൾ പറ്റാം, സെലക്ഷൻസ് റോങ് ആവാം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ മൊത്തമായിട്ട് മോശമായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ പോലും ചില സീനിൽ വേണ്ട ഇമോഷൻസ് ചിലപ്പോൾ എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റി കാണൂല, അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ റിയാക്ട് ചെയ്ത് കാണുമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. ബട്ട് ഒരു കോൺഷ്യസ്ലി ഒരു തോട്ട് എനിക്ക് വന്നത് ഈ കോവിഡ് സമയത്തായിരിക്കണം. അപ്പം ഇത് പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു സൈജു കടന്നു വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അത്രയും റിലീസൊന്നുമില്ല, വർഷം ഇത്ര വളരെ പരിമിതമായ പടങ്ങൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണത്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ തന്നെ 4-5 സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു എങ്ങനെയാണ് ഈ രണ്ട് കാലഘട്ടത്തിൽ കൂടി വന്ന ആളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത്? എങ്ങനെയാണ് അത് നല്ലതാണെന്ന് വെച്ചാൽ സൈജു ഇപ്പൊ പറഞ്ഞ പോലെ ശരിയാണ്, കുറെ പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ 100 ദിവസം ഓടുന്ന പടങ്ങളുണ്ട്, അല്ലെങ്കിൽ 150. ഇന്ന് അതിനൊരു പോസിബിലിറ്റി ഇല്ല, ബിക്കോസ് അത്രയും മൂവീസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരു സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ അത് ഹിറ്റാണ് ആക്ച്വലി ഇന്നത്തെ ഈ ഒരു സിനാരിയോയില്. എങ്ങനെയാണ് സൈജു അതിനെ കാണുന്നത്? എങ്ങനെ? അല്ല, ഇപ്പം അതിനെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ജോലിയുടെ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ജോലി ഇല്ലാണ്ട് ഒക്കെ ഇരുന്ന ആൾക്കാർക്കൊക്കെ ജോലി കിട്ടി തുടങ്ങി. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്പർ ഓഫ് ഫിലിംസ് കൂടുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ചിലപ്പോൾ ക്വാളിറ്റി മൈറ്റ് അല്ലെ, ഇപ്പം അല്ലെങ്കിൽ അതൊരു കറക്റ്റ് സമയത്ത് ചിലപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇത് നിർമ്മാതാവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാശാണ് അറ്റ് സ്റ്റേക്ക്. അപ്പം അതൊരു സത്യത്തിൽ വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ നമ്പർ ഓഫ് റിലീസസ് കൂടുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കും ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു 5 കോടിയുടെ പടമാണ് നമ്മൾ ഒരു 5 വർഷം മുമ്പ് വരെയും ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ 5 കോടി എന്നുള്ളത് ഒരു 3.5 വരെ കൊണ്ടുവരികയാണെങ്കിൽ 1.5 നമ്മൾ ഇവിടെ ലാഭിച്ചാലെന്ന് വെച്ചാൽ സിനിമയുടെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ആസ് ആക്ടർ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവർ പറയുന്ന സമയത്ത് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നു. ബാക്കിയുള്ളവർ അവരവരുടെ ഇതിൽ ചെയ്താൽ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് 5 കോടിയാണ്, നമ്മളിതിപ്പോൾ 4 കോടിക്ക് തീർത്താൽ അത്രയും പെട്ടെന്ന് ഇത് ബ്രേക്ക് ഈവൻ ആവുമല്ലോ. അപ്പം എൻ്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്.
സോ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ബിക്കോസ് എനിവേസ് നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്കും റീടേക്സ് പോവാം അല്ലേ, അപ്പം അവിടെ ഒരു ടൈം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പേ ലൊക്കേഷനിലേക്ക് എത്തിയാൽ അത്രയും നല്ലതല്ലേ. അതെ 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 അതെ. സോ ഇങ്ങനത്തേക്കുള്ളൊരു തോട്ട് പ്രോസസ്സാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഓക്കെ.